കൂട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന ശ്രീദേവി നെട്ടോട്ട് ഓടുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ശ്രീദേവിക്ക് മനസ്സിലായി ശ്രീദേവിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുമെന്ന്. അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിനെ മറയ്ക്കാനായിട്ട് വീണ്ടും വീണ്ടും കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടുവാണ്. അവസാനം കുടുംബത്തിലുള്ളവർക്കൊക്കെ സംശയം തോന്നി തുടങ്ങി ശ്രീദേവിയുടെ കാര്യത്തില്. സ്വർണമെന്ന് പറഞ്ഞു കൊണ്ടുവന്നെല്ലാം മുക്കുപണ്ടാണോ എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുക. അങ്ങനെ അവസാനം ശ്രീദേവി പെടാപ്പാട് വിടുവാണ് അവരുടെ കണ്ണിൽ നിന്നും മറഞ്ഞു വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അവസാനം മീനാക്ഷിനെയും ആകാശിനെയും മീനാക്ഷിയുടെ വീട്ടുകാർ അംഗീകരിക്കുന്നുണ്ട്. പടിയടച്ച് വിട്ടതാണ്, പടിയടച്ച് പിണ്ടം വെച്ചതാണ് മീനാക്ഷിനെ. ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് പടി കയറി വന്നേക്കരുത്, നിന്നെപ്പോലൊരു മോൾ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. പക്ഷേ എങ്കിലോ ഒരസുഖം വന്നു കഴിഞ്ഞപ്പോ, ഒരാപത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. തനിക്ക് കൂട്ടായിട്ട് തന്റെ മോളും മരുമോനും മാത്രമുള്ളെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അവസാനം വന്നു കഴിഞ്ഞപ്പോ രവീന്ദ്രന്റെ അടുത്തേക്ക് ആകാശും മീനാക്ഷിയും അവരൊക്കെ അങ്ങോട്ട് കയറി ചെല്ലുവാണ്. പിന്നീട് ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ഒന്നും ഉണ്ടായിരിക്കുക. ആ സമയം ആകാശ് പറഞ്ഞു, അച്ഛ സമ്മതിക്കച്ച, ആൻജിയോപ്ലാസ്റ്റി ചെയ്താൽ മാത്രമേ അച്ഛന്റെ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ മാറുള്ളൂ എന്ന് പറയണം. അവസാനം രവീന്ദ്രൻ സമ്മതിച്ചു, എനിക്ക് സമ്മതമാണെന്ന് പറയണം. പിന്നീട് ആകാശിനെ അടുത്തേക്ക് വിളിച്ചു. ആകാശിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാന് നിന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് മീനാക്ഷിനെ കൂടെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മോളെ ആട്ടി ഇറക്കിയതാ വീട്ടിൽ നിന്നല്ലേ. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, അതൊന്നും സാരമില്ല അച്ഛാ, ഇപ്പോഴാണെന്നും അച്ഛൻ അതേക്കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറയണം. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഒരു പക്ഷെ അതിനുള്ള ശിക്ഷയായിരിക്കും എനിക്കിപ്പോ കിട്ടിയിരിക്കുമെന്ന് പറയണം. ശാന്തി പറഞ്ഞു, അല്ല എന്തിനാ രവിയേട്ട എപ്പോഴും ഇങ്ങനെ കുറിച്ച് സംസാരിക്കുന്നേ, നമ്മുടെ മോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എപ്പോഴും മോളെ കാണുകയൊക്കെ ചെയ്യല, എങ്ങോട്ടും പോകാനൊന്നും പോകുന്നില്ലെന്ന് പറയണേ. മീനാക്ഷി പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ടിരുന്നു, എന്തിനു വേദനും ഞാനും ദേ ആകാശേണ്ണും പിന്നെ ദേവമംഗലം മുഴുവനുണ്ടെന്ന് പറയണേ. ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയെത്തും എന്ന് പറയണം. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, മതി സംസാരിച്ച്, അധികം സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങ് ഇറക്കി വിടുവാണ്. പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാന്തി മീനാക്ഷിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഈ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയാനും, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തെയൊക്കെ ഞാൻ നേരിടുന്നേ. അന്ന് വീട്ടിൽ വന്ന സമയത്ത് പോലും, നിന്നെ ആട്ടി ഇറക്കി വിട്ട സമയത്ത് പോലും എനിക്കൊന്നും തടയാനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നൊക്കെ പറയാം. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, സാരമില്ലമ്മേന്ന് പറയണം. അപ്പോഴേക്കും ആകാശ് ഗോമതിയോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ ഇനി വീട്ടിലേക്ക് പോയിക്കോ, അമ്മ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. ഇനിയിപ്പൊ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗോമതിയോട്, അല്ല ഞാൻ വേണേ നിൽക്കാന്ന് പറയാ. വേണ്ട അമ്മ പോയിക്കളാൻ മീനാക്ഷിയും പറയണം. ഞാനും ആകാശം ഉണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറയണം. കാരണം ഈ പറയുന്ന ശാന്തിക്കുള്ള അവിടെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഒന്നും ഇല്ല. എന്ത് ചെയ്യണം, പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു കഴിയുമ്പോഴത്തേനും ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീലിങ്സ് ആണ്. അപ്പൊ അമ്മയുടെ കൂടെ താനും അല്ലെങ്കിൽ ആകാശം കൂടെ ഉണ്ടാവണമെന്ന് മീനാക്ഷിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ആ കൂടെ തനിക്ക് താങ്ങും തള്ളുമായിട്ട് നിൽക്കണം എന്നുള്ളത്. പിന്നീട് ഗോമതി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വീട്ടിലാണ് ഭയങ്കര പുകല നടന്നുകൊണ്ടിരിക്കുന്നത്. മിത്രയും അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, 15 പവന്റെ നെക്ലേഴ്സ് ആണ് കാണാതെ പോയിരിക്കുന്നതെന്നാ ശ്രീദേവി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നെക്ലേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുക, അവിടെയെങ്കിലും കണ്ടില്ല. മിത്രയ്ക്കും ആകെപ്പാട് ടെൻഷനായി. എന്റെ ഭഗവാനെ, ഇത് എവിടെയാ പോയെന്നൊരു സംശയം മനസ്സിലേക്ക് വരുവാണ്. ഇനി എങ്ങാനും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ധാരുടെ തലയിലാവൂന്നും അറിയത്തില്ല. ഈ സമയം ശ്രീദേവി പറഞ്ഞു, ഞാനിത് ഇവിടെ തന്നെ വെച്ചാ, ഞാനിത് വേറെ ഒരിടത്തും കൊണ്ടേ വെച്ചിട്ടില്ലെന്നൊക്കെ പറയണം. അങ്ങനെ അവർ തെരഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് ബാലനും ആകാശവും ഒക്കെ, ബാലനും ആരിനും ആനന്ദം ഒക്കെ വരുന്നുണ്ട്. വന്നിട്ട് ചോദിച്ചാൽ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് നെക്ലേഴ്സ് കാണാനില്ലെന്ന കഥ അറിയുന്നേ. ഇത് കേട്ടം ബാലൻ പറഞ്ഞു, അത് പിന്നെ എവിടെ പോവാനാ, അതെങ്ങോട്ട് പോകാൻ വഴിയില്ലോ എന്ന് പറയണം. ഇവിടെ നിന്ന് ആരും എടുത്തോണ്ട് പോകത്തൊന്നും ഇല്ലോ എന്ന് പറയണം. ആ സമയം ആനന്ദ് പറഞ്ഞു, അത് ശരിയാ, നീ എവിടെയാ വെച്ചേന്ന് ഒന്നുകൂടെ ശരിക്കും നോക്ക് ശ്രീദേവി എന്ന് പറയാം. ഞാൻ ഇവിടെയൊക്കെ നോക്കി, അലമാരിയൊക്കെ അരിച്ചു പെറുക്കി നോക്കി, ഇവിടെയെങ്കിലും കണ്ടില്ല എന്ന് പറയണം. പക്ഷേങ്കില് അത് ഇവിടെ നിന്ന് അങ്ങനെ ഒരിടത്തേക്കും പോകത്തില്ലെന്ന് പറയാം. പിന്നീട് ബാലിന്റെ നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അതെ എങ്ങനെയെങ്കിലും ആ നെക്ലേഴ്സിന് മേടിച്ചിടണം, കാരണം 10-15 പവനുണ്ട്. അതെ എന്റെ ബർത്ത്ഡേക്ക് എന്റെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് തന്ന എന്തിനേക്കാളും വിലയുണ്ട് എനിക്ക് ആ ബർത്ത്ഡേ ഗിഫ്റ്റിനെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, മോള് ധൈര്യമായിട്ടിരിക്കുക, അത് ഈ കുടുംബത്തിൽ നിന്ന് ഒരിടത്തേക്കും പോകത്തില്ലെന്ന് പറയണം. പിന്നീട് എല്ലാവരും കൂടെ നോക്കാൻ പറയണം. അങ്ങനെ എല്ലാവരും നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോഴേക്കും ഗോമതിയും കൂടെ വീട്ടിലേക്ക് വരണം. ഗോമതിനെ കണ്ടു കഴിഞ്ഞാൽ ബാലൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല ഹോസ്പിറ്റൽ കേസൊക്കെ എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുകയാണ്. ഗോമതി പറഞ്ഞു, അതെ അറ്റാക്കാണ്, ഇനി സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞേ. ആകാശും മീനാക്ഷിയും കൂടെ അവിടെ നിൽക്കുവാന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, ആ ശരി, ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറയണം. അല്ലെ എന്തു പറ്റി,
ഇവിടെ എല്ലാവരുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. ഈ സമയത്താണ് നെക്ലേഴ്സ് കാണാനില്ലെന്ന കാര്യമൊക്കെ പറയണേ. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്കും ഭയങ്കര ടെൻഷനായി. കാരണം ഒന്നും രണ്ടും അല്ല, 15 പവന്റെ ആന്നാ പറഞ്ഞേ. ഈ 15 പവന്റെ ഇത് ആരെടുത്തോണ്ട് പോകാനാ? അതേ വീട്ടിൽ നിന്നായിട്ട്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇവിടെ സ്വർണത്തിനോടും പണത്തോടും ഒക്കെ ആർത്തിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഈ വീട്ടിലുള്ളവരായിരിക്കും, പുറത്തുനിന്ന് ഇപ്പൊ ആര് വന്ന് എടുക്കാനെന്ന് പറയണം. ബാലൻ എന്താ പറഞ്ഞേ? ആര് ഉദ്ദേശിച്ച പറയണെന്ന് ചോദിക്കുക. അല്ല, സ്വർണം എത്ര കിട്ടിയാലും മതിയാവാത്ത ആൾക്കാർ ഇവിടേക്ക് ഉണ്ടല്ലോ എന്ന് പറയണം. കാരണം ആരിന് ഇതിനു മുമ്പ് മിത്രയുടെ 100 പവൻ കൊണ്ടേ നശിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പം വീണ്ടും അത് പോയിട്ടുണ്ടെങ്കിൽ ആരിനായിരിക്കും എടുത്തിരിക്കുന്നത് എന്ന് മറ്റുള്ളവരുടെ സംസാരമൊക്കെ ബാലന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഈ സമയം ആരിന് ആകെപ്പാടെ വിഷമമായിപ്പോയി. പിന്നീട് മിത്രയ്ക്കാണെങ്കിൽ ആന്റെ മുഖത്തേക്ക് നോക്കിയ സങ്കടം വന്നു. കാരണം തന്റെ ഭർത്താവിനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, വേറെ ആരും ഉദ്ദേശിച്ചിട്ടല്ല പറയണേ, ആരിനെ തന്നെ ഉദ്ദേശിച്ചിട്ടാ പറയുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ബാലേട്ടൻ ആരെ ഉദ്ദേശിച്ച് പറയണെന്ന് ചോദിക്കും. അതെ, ഉദ്ദേശിച്ച ആരെയാന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയണേ. ഈ സമയം ആര്യം പറഞ്ഞു, അച്ഛാ എനിക്ക് അതിന്റെ കാര്യമൊന്നുമില്ല, ഞാൻ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല, അതിന്റെ കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ബാലേട്ടൻ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. മിത്ര പെട്ടെന്ന് അകത്തേക്ക് പോയിട്ട് മിത്രയുടെ സ്വർണ്ണം ഇങ്ങനെ എടുത്തു വന്നിട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്ക്, ഇതെന്റെ സ്വർണ്ണ, ഈ കൂടത്തിലെങ്ങാനും ഇനിയിപ്പം ഇതേ ചേച്ചിയുടെ ഉണ്ടോ നോക്കാൻ പറയണം. ശ്രീദേവി പറഞ്ഞില്ല, ഈ കൂടത്തിലൊന്നും ഇല്ലെന്ന് പറയണം, ഞാൻ എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് പറഞ്ഞു, അതെ ഇനിയിപ്പൊ ഇതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട, ശ്രീദേവിച്ചിക്ക് ഇനിയിപ്പം 15 പവന്റെ വേണമെങ്കിൽ ഇതിനകത്തൊന്നും എടുത്തോ, എന്നാലും എനിക്ക് കുഴപ്പമില്ലാന്ന് പറയണം. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് പറയണം. കാരണം മിത്രയ്ക്ക് മനസ്സിലായി, ആരിനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കിയിട്ടുണ്ടെങ്കിൽ, പാവം ഒരു തെറ്റും ചെയ്യാതെ അവൻ കുറ്റക്കാരനാക്കി കണ്ടിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കുവോ? ഈ സമയം ശ്രീദേവി പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, അതിവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും, ഞാൻ നോക്കിക്കോളാന്ന് പറയണം. പിന്നീട് മിത്ര ഭയങ്കര സങ്കടത്തോടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് ബാലൻ ശ്രീദേവിയുടെ അടുത്തേക്ക് ഇല്ലുവാണ്. ശ്രീദേവിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അത് മോള് വിഷമിക്കൊന്നും വേണ്ട, നമുക്കത് ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ടെങ്കിലും നമുക്കത് തപ്പിയെടുക്കാന്നൊക്കെ പറയണം. എന്നാലും ബാലച്ച, അത് പിന്നെ ഞാൻ മോളി കാര്യം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു എന്ന് ചോദിക്കും. ഇല്ല, ഞാൻ വിളിച്ചു പറഞ്ഞില്ല ബാലച്ച, വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ എങ്കിലും വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ടെൻഷനായിരിക്കും, അച്ഛനും അമ്മയ്ക്ക് എന്ത് വിചാരിക്കും എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ പറഞ്ഞ ആ സ്വർണം മൊത്തം എടുത്തോണ്ട് പോരെ, അത് ലോക്കറി വെക്കാന്ന് പറഞ്ഞ, പക്ഷെ ഞാൻ സമ്മതിക്കായിരുന്നെന്ന് പറയാം. ഇപ്പൊ ഇത് കണ്ടില്ലെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി ഒരു പ്രശ്നമാവാനായിട്ടെന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, അല്ല മോളെ, അത് പിന്നെ ഒരു കാര്യം ചെയ്യാം, മോള് ധൈര്യമായിട്ടിരിക്കാൻ, നമുക്ക് എന്തെങ്കിലും പരിഹാരമൊക്കെ ഉണ്ടാക്കാന്ന് പറയണം. അതിന് ശേഷം എന്ത് ചെയ്യണം, അവൾക്ക് ആ സാധനം കിട്ടുന്നുണ്ട്, നെക്ലേഴ്സ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഓർത്തു, തൽക്കാലത്തേക്ക് ഇതിപ്പോ ആരും കാണിക്കണ്ട, ഈ പേര് പറഞ്ഞ് തന്റെ സ്വർണം മൊത്തം ഇവിടുന്ന് മാറ്റിക്കാം എന്ന് കരുതിയിട്ട് ശ്രീദേവി അത് എടുത്ത് മാറ്റി വെക്കുവാണ്. മാറ്റി വെച്ചിട്ട് അത് കിട്ടിയില്ലെന്ന് തന്നെ പറയുവാണ്. ആ സമയം കോമതിക്കും ബാക്കി എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. പിന്നീട് ശ്രീദേവി വന്ന് ബാലനോട് പറഞ്ഞു, അച്ഛാ അത് ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ പറഞ്ഞു സ്വർണമൊക്കെ ലോക്കറി വെക്കാം, അത് അമ്മ ഇങ്ങോട്ടേക്ക് വരും, അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തേക്കാനാ പറഞ്ഞിരിക്കുന്നൊക്കെ പറയും. അയ്യോ എന്താ മോളെ അങ്ങനെ? ഒരു കാര്യം ചെയ്യും, ഇവിടെ ബാക്കി എല്ലാവരുടെയും സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന മിത്രയുടെ മീനാക്ഷിയുടെ എല്ലാവരുടെയും സ്വർണ്ണമുണ്ട്, ഒരു കാര്യം ചെയ്യാം, ആ സ്വർണ്ണം എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കൊണ്ടേ ബാങ്ക് ലോക്കറി വെക്കാന്ന് പറയണം. അത് വേണ്ട ബാലച്ചാന്ന് പറയണം. അതെന്താ മോളെ, ഞങ്ങളെ വിശ്വാസം ഇല്ലാത്തോണ്ടാണെന്ന് ചോദിക്കണം. പെട്ടും ശ്രീദേവിക്ക് എന്തേലും പറയാൻ പറ്റുമോ? ഇനിയിപ്പോ എന്ത് കള്ളത്തരം പറഞ്ഞ് പിടിച്ചു വയ്ക്കും എന്നൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മീനാക്ഷി വരുന്നത്. കാരണം ആകാശിനെ അവിടെ ആക്കിയിട്ട് മീനാക്ഷി ഇടയ്ക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വീട്ടിലേക്ക് വരുവാണ്. വന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഒരു നിമിഷം മീനാക്ഷി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല എത്ര പവനുണ്ടെന്നാ എന്നൊക്കെ ചോദിക്കുകയാണ്. മീനാക്ഷി ഇത്ര ബുദ്ധി കൂടിയ സൈസാന്നുള്ള കാര്യം ശ്രീദേവിക്ക് അറിയാം. ശ്രീദേവി 15 പവൻ എന്നൊക്കെ പറയാണ്. പിന്നീട് മീനാക്ഷി പറഞ്ഞു, അത് ഈ വീട്ടിൽ നിന്ന് വേറെ എങ്ങോട്ടേലും പോകാനായിട്ട് ചാൻസ് ഇല്ല, ഈ വീട്ടിൽ തന്നെ കാണും എന്നൊക്കെ പറയണം, എല്ലാരും കൂടെ ഒന്ന് ഊർജിതമായിട്ട് അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറയണം. ആ സമയം ഗോമതി ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി മോളെ, പക്ഷെ ഒരിടത്തും കണ്ടില്ലെന്ന് പറയണ. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് അതായിട്ട് എങ്ങനെ മോഷണം പോകാനാ? അങ്ങനെയാണ് ബാക്കി സ്വർണം പോണ്ടല്ലേ, എന്റെ ഒക്കെ ആണെങ്കിലും മിത്രയുടെ ആണെങ്കിലും ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ ആരുടെ സ്വർണ്ണമൊന്നും പോയിട്ടില്ലോ, പിന്നെ ആ ഒരു മാല മാത്രമായിട്ട് എങ്ങനെ പോണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, എനിക്കറിയത്തില്ല മീനാക്ഷി എന്നും പറഞ്ഞിട്ട് മീനാക്ഷിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയാണ്, ഭയങ്കരമായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ്. ഈ സമയം മീനാക്ഷിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, ശ്രീദേവിയുടെ അടവാണോ ഇതെന്നുള്ള കാര്യത്തിലൊക്കെ. പിന്നീട് മീനാക്ഷി ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ഗോമതിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഗോമതി നേരെ മിത്രയുടെ അടുത്തേക്ക് എല്ലുവാണ്. മിത്രയുടെ അടുത്ത് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു, എനിക്ക് നല്ല സംശയം ഉണ്ടമ്മേ, അത് ശരിക്കും മോഷണം പോയതാണെന്ന് തന്നെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം?
അത് മാത്രമായിട്ട് മോഷണം പോകത്തില്ലെന്ന് പറയണം. അപ്പോഴേക്കും ആ, അങ്ങോട്ടേക്ക് മീനാക്ഷിയും കൂടെ വരുവാണ്. മീനാക്ഷിയോടും കൂടെ ഗോമതി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേനും മീനാക്ഷിയോട് നോക്കാം, ഇനിയിപ്പോൾ അത് പോയതാണോ അല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കൂടെ നോക്കുന്നുണ്ട്. അതിന് പിന്നീട് ഗോമതി ബാലിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ബാലിന്റെ അരിയിൽ ചെന്നിട്ട് പറഞ്ഞു, ബാലേട്ടാ അത് ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണ. പിന്നെ അല്ല, ഇതിൽ പറയും ഒരു നാണക്കേടില്ല. അവളുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയാൻ എന്തെങ്കിലും ഒരു നാണക്കേണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, അതെ ഇവിടെ എവിടെയെല്ലാം കാണുമെന്ന് പറയണം. ഒരു പക്ഷെങ്കിൽ ശ്രീദേവിക്ക് മാറിപ്പോയിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഞാനല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാന്നാ. ഒരു കാര്യം ചെയ്യാം, ബാലൻ അത് ലോക്കറിൽ കൊണ്ടേ വെക്കുവോ അത് അവിടെ കൊടുത്തു വിടുവോ എന്ത് വേണം ചെയ്തോ, എനിക്ക് പറ്റില്ല ഈ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാനായിട്ട്. അല്ലേ തന്നെ മനുഷ്യന് നല്ല ടെൻഷൻ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലന്റെ മുന്നിൽ നിന്ന് കൈകൂപ്പാണ്. അല്ലെങ്കിൽ തന്നെ ബാലേട്ടൻ എന്തൊക്കെയാ പറഞ്ഞേ? ആ എന്നെ കുറ്റപ്പെടുത്തി എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു ബാലേട്ടൻ തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യത്തില്ല. ബാലേട്ടൻ കാര്യം അറിയാതെ വെറുതെ കുറ്റപ്പെടുത്താനൊന്നും പോണ്ടെന്ന് പറയണം. ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു, പിന്നെ ഞാൻ ആരോട് പറയണം എന്നൊക്കെ പറയണം. ബാലേട്ടാ ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. വെറുതെ നാവും കൊണ്ട് പറയാനായിട്ട് എളുപ്പമാണ്. പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താന്ന് നമ്മൾ ചിന്തിച്ചാണ് വേണം ഓരോ കാര്യങ്ങളൊക്കെ പറയാനെന്ന് പറയണം. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, നിനക്കിതൊക്കെ പറയാം, പക്ഷെ നാണക്കേടെ ഇത് ഏമംഗലത്തിനാണ് അറിയാലോ. നിനക്കൊക്കെ ഇത് പറഞ്ഞിട്ട് അവിടെ കയറി ഇരുന്നാൽ മതി. പക്ഷെ നാളെ പുറത്തിറങ്ങി നടക്കേണ്ട ആള് ഞാനാണ്. ഉദയഭാൻ സാർ വന്ന് ചോദിച്ചിട്ടാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായുള്ളൂ, അവരുടെ മോളുടെ നെക്ലേസ് ഇവിടുന്ന് കാണാതെ പോയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗോമതി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് നേരെ ആരിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ആരിന് ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് എന്നിട്ട് പറഞ്ഞു, പോട്ടറ മോനെ, അച്ഛന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും എന്ന് പറയണം. അങ്ങനെയൊക്കെ എനിക്കറിയാം, ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാന്ന് മാത്രം എനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, എന്റെ തെറ്റാണ് മോനെ, ഞാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ ഇതിനകത്തേക്ക് വലിച്ചിടേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പോഴും നീ അതിന്റെ പാവഭാരവും പേറി നടക്കണമെന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമാരും ചോദിക്കുക. ഇനിയെങ്കിലും ഇതൊക്കെ ബാലേട്ടനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ബാലേട്ടൻ ഇനിയും നിന്നെ തെറ്റിയിരിക്കുമെന്ന് പറയാ. പെട്ടെന്ന് അവൻ പറഞ്ഞു, വേണ്ടമ്മേ, അമ്മ ഇനിയിപ്പോ അത് പറഞ്ഞു കേട്ട് ഇനി ചീത്ത കേട്ട കാര്യമൊന്നുമില്ല. ആ കാര്യം വിട്ടാരെ. എന്താണെങ്കിലും ഞാൻ കുറ്റക്കാരനായി, എല്ലാ കുറ്റങ്ങളും എന്റെ തലയിൽ ഇരിക്കട്ടെ എന്നൊക്കെ പറയാണ്. ആ സമയം ബാലിനൊരു തീരുമാനം എടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഗോൾഡ് എല്ലാം കൂടെ ലോക്കറിലേക്ക് കൊണ്ടു വെക്കണം. ഇനി ഇതിവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തു. ആ സമയത്താണ് ശ്രീകല അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ശ്രീകല വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയല്ല ശ്രീദേവി അങ്ങോട്ടേക്ക് ചെന്നു. ശ്രീദേവി അങ്ങോട്ട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, ഒരു കാരണവശാലും ആ ഗോൾഡ് ലോക്കറിലേക്ക് വെക്കാൻ കൊടുത്തു വിട്ടിട്ടുണ്ടെ നമ്മുടെ കാര്യം അതോ ഗതിയായി, നമ്മുടെ ചതികളെല്ലാം മനസ്സിലാവുമെന്ന് പറയണം. അത് ഉറച്ചു നോക്കിയിട്ടുണ്ട് സ്വർണ്ണം അല്ലെന്നും മനസ്സിലാവും. അതോടുകൂടി നീ വീടിന് പുറത്താവും. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തേ മതിയാവുള്ളൂ പറയാം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലമ്മേ. അമ്മ എന്തെങ്കിലും ഒരു ഐഡിയ പ്രയോഗിക്കാൻ പറയണം. അങ്ങനെ ശ്രീദേവിനെ രക്ഷിക്കാനായിട്ട് ശ്രീകല പുതിയ അടവുമായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഇനിയിപ്പം മീനാക്ഷിയുടെ കഷ്ടകാലവും ദുരിതങ്ങളെല്ലാം കുറെയെല്ലാം മാറാൻ പോവാണ്. മീനാക്ഷിനെ അംഗീകരിച്ച് അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. മീനാക്ഷിനെ മാത്രമല്ല ആകാശിനെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ ഇത്രയും നാളും മീനാക്ഷിക്ക് വീട്ടുകാരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ മാറി വരുവാണ്. അങ്ങനെ മീനാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ മീനാക്ഷിനെ ആകാശിനെയൊക്കെ അംഗീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല സന്തോഷ വർത്താനം കൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ശ്രീദേവിക്ക് അധികം നാളൊന്നും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല ദേവമംഗലത്ത്. കാരണം ശ്രീദേവി കള്ളങ്ങളുടെ മേലെ കള്ളങ്ങളെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ശ്രീദേവി കള്ളിയാന്നുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ആനന്ദിനും മനസ്സിലായി തുടങ്ങും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.